സത്യം പറയട്ടെ, ഇത് പ്രാങ്കായിരുന്നു. പ്രാങ്ക്. ഇതൊന്നടേ കൊല്ലോ നീ? ചേട്ടാ ബദിരി അറിയാവോ? ഇത് ബദിരിയെ തിരക്കാനുള്ള കാര്യം എന്ത്? അല്ല, പെങ്ങൾക്ക് ഒരു കല്യാണാലോചനയായിട്ട് വന്നതാണ്. അവന് ആലോചിച്ചു വന്നോ? ഓ അതെ അതെ. ഇങ്ങനെ പയ്യന്റെ സ്വഭാവം കാര്യങ്ങളൊക്കെ? സ്വഭാവം എന്റെ കൂട്ടുകാരനായിട്ട് പറയല്ല, നല്ല സ്വഭാവമാണ്. ഒരു കാര്യം ചെയ്യാം, അവനെ കൊണ്ട് തന്നെ അവന്റെ സ്വഭാവം പറയുന്നല്ലേ നല്ലത്. പക്ഷെ ഈ കാര്യമൊന്നും അവൻ്റെ അടുത്ത് പറയില്ല. ഇല്ല ഇല്ല ഇല്ല. ഓക്കെ. ഹലോ അല്ലേ, എവിടെ ഇരിക്കണ? അടേ, ഞാൻ നിന്നെ കുറിച്ച് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. അതാണ്, ഇതാണ് മറ്റേ കക്ഷി. ഗൾഫിൽ നിന്ന് വന്നിരിക്കുക, സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. മേടിക്കണ്ടേ? നിർത്തി. എനിക്ക് ഞാൻ അടിച്ച നിന്റെ അപ്പൂപ്പനാ. അങ്ങനെ ചുമ്മാ പറയണത് പറയടിയാണ്. എന്റെ സാധനം വരെ പെക്ക് വരെ അടിക്കും, ലവ് സ്റ്റെപ്പ് വരുമൊന്നും തരൂല. അങ്ങനെ എന്റെ അടുത്തുണ്ട് ചൈന. ഇവിടെ ചൈനയാ? അവൻ നമ്മളാള് തന്നെ. വിഷയം എന്നാക്കണ്ട അല്ലെ, നമ്മള് വലിക്കും, എല്ലാ പരിപാടിയും ഉണ്ട്. നമ്മള് മറ്റേ പെണ്ണുപിടിയൊക്കെ ഉണ്ട്. നീ നിക്കുന്നോണ്ട് പറയാത്തതാണ് സത്യം. ഇതാണ് ഞാൻ പറഞ്ഞ ശശി. എങ്ങനെ ഇരിക്കുന്നു? എങ്ങനെ ഇരിക്കണ? ഇതാണ് ഞാൻ പറഞ്ഞ അനു. നോക്ക് ചേട്ടാ, അനുവിനെ അറിയാം കേട്ടാ. അറിയാം, എൻ്റെ ഫ്രണ്ടാ. പെങ്ങൾക്ക് ഒരു കല്യാണാലോചനയായിട്ട് വന്നത്. നിന്റെ പെങ്ങൾക്ക് കാണോ? ഓ പിന്നെ അവ അടുത്ത ജംഗ്ഷനിൽ കാണും. അവിടെ ചെന്നിട്ട് ബദ്രിക്കൊരു പ്രപ്പോസലായിട്ട് വന്നെന്ന് പറഞ്ഞാൽ മതി. ശരി, അവൻ തന്നെ എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അവൻ പറയും. ചെല്ല്.